ഒരു ദിവസം പ്രസ്സിലിങ്ങനെ ജോയ് തോമസ് എന്നെ അന്വേഷിച്ചു വന്നു. ജൂബിലി ജോയ് തോമസ്. ജോയ് അന്ന് വലിയ പ്രൊഡ്യൂസറാണ്. ജോയിക്ക് ഞാൻ ജനിച്ചപ്പം മുതൽ ജോയിക്ക് എന്നെ അറിയാം. കാരണം എൻ്റെ മമ്മിയുടെ വീട്ടിൻ്റെ കോട്ടയത്തെ എൻ്റെ മമ്മിയുടെ വീട്ടിൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് ജോയി. ജോയിയും ജോയിയുടെ കുടുംബവും ജോയിയുടെ സഹോദരികളും അവരുമൊക്കെ എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റ്സും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ജോയിക്ക് പണ്ട് പോലെയാണ്. ജോയി എൻ്റെ അടുത്ത് വന്നു ചേട്ടാ നീ കഥയൊക്കെ എഴുതുമോ, എന്നിട്ട് നീ ഇത് ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ, നീ കഥയൊക്കെ എഴുതുമോ? ഞാൻ ചോദിച്ചു ആരോ ജോയിയോട് ആരും പറഞ്ഞു. അപ്പം ഞാൻ ജോയി എന്നാ അങ്ങനെ വിളിച്ച് ജോയിയെയും ജോഷിയെയും സത്യം പറഞ്ഞാൽ ചേട്ടന്മാരെന്ന് വിളിക്കേണ്ടതാണ്. പക്ഷേ ഞാൻ അവരെ രണ്ടുപേരും പേര് വിളിച്ച് തുടങ്ങിപ്പോയതുകൊണ്ട് അങ്ങനെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുകയാണ്. ജോയി എനിക്ക് വളരെ മൂത്ത ചേട്ടനെ പോലെയാണ്. പക്ഷേ ഞാൻ പേര് ഉച്ചരിക്കുന്നത് ഞാനങ്ങനെ വിളിച്ച് ജോയിയെയും ജോഷിയെയും ഞാനങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാണ്. അപ്പോൾ ജോയി എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ ഒരു കഥയൊക്കെ എഴുതുമെങ്കിൽ നീ അത് എന്നോട് വേണ്ടേ പറയാൻ. ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയിട്ടൊന്നും ശരിയായില്ലല്ലോ ജോയി, അത് സദ്യ അതല്ലല്ല, നീ 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 എഴുതിയിട്ട് ശരിയായി, നിൻ്റെ ചില ടച്ചസ് അതിലുണ്ടായിരുന്നെന്ന് എന്നോട് മമ്മൂട്ടി പറഞ്ഞു. അതിനകത്ത് JC-യുടേതല്ല ജോൺ പോളിൻ്റെയും അല്ലാത്ത ചില കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതെന്നോട് മമ്മൂട്ടി പറഞ്ഞു.